ഹലോ, ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ബസ്സിലെ കാഴ്ചയാണിത്. ആക്ച്വലി ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടില്ലായിരുന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ബിജു വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാളെൻ്റെ മുന്നിലിരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. കാരണം ഉറക്കത്തിലായതുകൊണ്ട് ഒന്നും അറിയുന്നില്ല. പുള്ളിക്കാരി എന്ത് നൈസായിട്ടാണ് അതിനെ കൊണ്ടു നടക്കണമെന്ന് അറിയാമോ? അതിനെ കൊഞ്ചിക്കുന്നു. നമ്മൾ ഈ പട്ടീനെയും പൂച്ചേനെയൊക്കെ എങ്ങനെ കൊഞ്ചിക്കണേ അതെല്ലാം പോട്ടെ, ഒരു കുട്ടീനെ എങ്ങനെയാണോ നോക്കണത് അതുപോലെയാണ് പുള്ളിക്കാരി അതിനെ നോക്കണത്. അങ്ങനെ എന്താ പറയുക, ചെന്നൈയിലെ പുതിയ പുതിയ കാഴ്ചകൾ ഓരോന്നും എനിക്ക് ഓരോ എക്സ്പീരിയൻസാണ് ഇവിടെ വന്നിട്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ. പലതരത്തിലുള്ള എക്സ്പീരിയൻസസാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പലതരത്തിലുള്ള കാഴ്ചകൾ, പലതരത്തിലുള്ള ആൾക്കാർ. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഡിന്നറിനുള്ളതാണ് മീൻകറിയും ചിക്കൻ ഫ്രൈയും ദോശയും. മീൻകറി ഞാനിന്ന് ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ വന്ന വഴിക്ക് പാനിപൂരിയൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഫില്ലായതുകൊണ്ട് ഞാനൊരു ദോശയും ചിക്കൻ ഫ്രൈയും മീൻകറിയും കൂട്ടിയാണ് കഴിച്ചത്. പക്ഷെ മക്കളെ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നല്ല, മീൻകറി സൂപ്പർ. തേങ്ങ അരച്ച് വെച്ച നല്ല മുള്ളൻ മീൻകറി. ചോറും കൂട്ടി കഴിച്ചാൽ അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഞാൻ ഈ ദോശ കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടുന്നത് ചോറെടുക്കാം എന്നാണ്. പക്ഷെ എന്തായാലും ഞാൻ ദോശയെല്ലാം അങ്ങ് ഒതുക്കി. അപ്പോൾ ശരി, ബായ്.